ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് 190 മണ്ഡലം 1 അഷ്ടകം 2 19ാമത്തെ അനുവാകത്തിലെ 130ാമത്തെ മന്ത്രമാണ്, സൂക്തമാണ് നോക്കുന്നത്. അതിലെ ദേവത ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും യജ്ഞം ചെയ്യുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. നമ്മളൊരു ചോറ് വെക്കുമ്പോൾ നമ്മളാണ് സാധനങ്ങളെല്ലാം അരിയെല്ലാം കഴുകി പാത്രത്തിലിട്ടെല്ലാം കൊടുക്കുന്നത്. അതാണ് ഏകോപനം. അതുപോലെ പാത്രത്തിൻ്റെ അകത്തൊരു രാസപ്രവർത്തനം നടക്കുന്നത്, അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. ഇത് മുൻപ് പറഞ്ഞതായതുകൊണ്ട് നമുക്ക് നേരിട്ട് ആ വിഷയത്തിലേക്ക്, ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം. ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-1. ഋഷി പരിച്ഛേവൻ, ദേവത ഇന്ദ്രൻ, ഛന്ദസ് അഷ്ടി തൃഷ്ടുപ്പ്. ഏന്ദ്രായാഹ്യുപന പരാവാദോ ന്യായം അച്ഛാവിദധാനീവ സത്പതിരസ്തം രാജേവസ്തപതി. ഹവാമഹേ ത്വാ വയം പ്രയസ്വന്തസുതേ സജാ പുത്രാസോ ന പിതരം വാജസാദയേ മംഹിഷ്ടം വാജസാദയേ. അഗ്നി യജ്ഞത്തെ പ്രാപിക്കുന്നത് പോലെ തന്നെ ഇന്ദ്രൻ വളരെ ദൂരെയാണെങ്കിൽ പോലും ഞങ്ങളുടെ അടുക്കൽ വന്നു ചേരണമേ. ഞങ്ങൾ സോമലത പിഴിഞ്ഞെടുത്ത രസവുമായി അഗ്നിയെ ആഹ്വാനം ചെയ്യുന്നു. പുത്രൻ പിതാവിനെ വിളിക്കുന്നത് പോലെ ഞങ്ങൾ അഗ്നിയെ വിളിക്കുന്നു. ഇവിടെ പറയുന്നത് അഗ്നിയജ്ഞത്തെ പ്രാപിക്കുന്നത് പോലെ. നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിന്, ഇപ്പോൾ ചോറ് വയ്ക്കുകയാണെങ്കിൽ അരിയും വെള്ളത്തെയും ചോറാക്കുന്ന ആരാണ്? അഗ്നിയാണ്. അഗ്നി വിളിച്ചിട്ടാണ് വരുന്നത് അല്ല, കത്തിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അഗ്നി അവിടെ എത്തും, എന്നിട്ട് അത് ചോറാക്കും. ചോറാക്കാൻ അതിന് സയൻസ് അറിയാം. നമ്മൾ സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അരിയും വെള്ളം ഇട്ടിട്ട് ചൂടാക്കുന്നത്. ചൂടാക്കുമ്പോൾ ആ അരി എന്താവും? സോഫ്റ്റ് ആവും. അതാണ് സയൻസ്. അപ്പോൾ ആ അഗ്നിക്കും അറിയാം ആ സയൻസ്. അതിനനുസരിച്ച് അഗ്നി എന്തായിക്കോളും? ചോറായിക്കോളും. അപ്പം അഗ്നി വരുന്നത് പോലെ നീ ദൂരെയാണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരണമെന്ന് ഇന്ദ്രനോട് പറയാണ്. അപ്പം ഇന്ദ്രൻ ആരാണ്? അവിടെ അതിൻ്റെ അകത്ത് അഗ്നി ചൂടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് അരിയിൽ വരുന്ന മാറ്റങ്ങൾ വരുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ. അവിടുത്തെ മാനേജ്മെൻ്റാണ്. MBA പഠിച്ച കക്ഷിയാണ് ആര്? ഇന്ദ്രൻ. അവനാണത് യോജിപ്പിക്കുന്നത്. അപ്പം ദൂരെയാണെങ്കിലും വന്നു ചേരണേ എന്ന് പറയുകയാണ്. നമ്മൾ സോമലത പിഴിഞ്ഞെടുത്തിട്ട് നീര് പിഴിഞ്ഞെടുക്കുക എന്നാണ്, സംസ്കരിക്കുക എന്ന അർത്ഥത്തിൽ എടുത്താൽ മതി. അപ്പം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സോമലത പിഴിഞ്ഞെടുത്ത പോലെ, ഇടിച്ച് പിഴിഞ്ഞെടുത്തതുപോലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ അതിനെ ശുദ്ധമായി വേണ്ട തരത്തിൽ നമ്മൾ എടുത്താൽ നിന്നെ ആഹ്വാനം ചെയ്യും. ആ രസവുമായി നിന്നെ ആഹ്വാനം ചെയ്യും. അതായത് അരിയും വെള്ളമെല്ലാം ഇട്ടിട്ട് നിന്നെ ആഹ്വാനം ചെയ്യും ഇന്ദ്രനോട്. നീ വന്നിട്ട് ഇന്ന സയൻസ് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ ഇതിനെ ചോറാക്കിത്ത. പുത്രൻ പിതാവിനെ വിളിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നു. ഒരു ഉപസമയ സഹിതം പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. ഇനി 2 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-2. പിബാ സോമമിന്ദ്രസുവാൻ അദ്രിഭി കോശേന സിക്തം അവദംന വംസഗസ്താ തൃഷാണോ ന വംസഗ മദായ ഹര്യദായ തേ തുവിഷ്ടമായ ധായസേ ആത്വായ യച്ഛന്തു ഹരിതോ സൂത്യമഹാ വിശ്വേവ സൂര്യം. കല്ലുകൊണ്ട് ഇടിച്ച പിഴിഞ്ഞ സോമരസം പാനം ചെയ്യണേ എന്ന് ഇന്ദ്രനോട് അപേക്ഷിക്കുന്നു. തോൾക്കുട്ട കൊണ്ട് തൊട്ടിയിൽ നിറച്ച വെള്ളം കാള പോലെയും ദാഹം മുഴുത്ത് ഓടിയെത്തവനെ പോലെയും കുടിക്കാൻ പറയുന്നു. ഇന്ദ്രൻ്റെ
കാന്തിയും ശക്തിയും പുഷ്ടിയും അത് വർദ്ധിപ്പിക്കുന്നു. ഇന്ദ്രന്റെ അശ്വങ്ങൾ സൂര്യന്റെ അശ്വങ്ങളെ പോലെ ഇവിടെ വന്ന് ചേരട്ടെ. ഇവിടെ ഇന്ദ്രനോട് പറയാണ്, കല്ലുകൊണ്ട് ഇടിച്ചു പിഴിഞ്ഞ സോമം നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയിലെല്ലാം ഇടിച്ചു പിഴിഞ്ഞിട്ട് മറ്റേ നാരങ്ങ നീര് വെക്കുമല്ലോ, മറ്റേ മാങ്ങയെല്ലാം എന്തെങ്കിലും ഇട്ട് മിക്സിയിൽ അടിച്ചിട്ട് പിഴിഞ്ഞിട്ട് നീരെടുത്ത് വെക്കുമല്ലോ. അപ്പം പിന്നെ നമ്മൾ കുടിക്കും. അതുപോലെ ഇത് നമ്മൾ കുടിച്ചാലും അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന മേസ്ത്രിയാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രനാഥ അത് കുടിക്കുക, എന്നിട്ട് ശരീരത്തിന് അതിന് വേണ്ട സാധനങ്ങൾ വിഘടിപ്പിച്ചെല്ലാം കൊടുക്കുക. ശരീരത്തിന് ഏത് തരത്തിലാണോ വേണ്ട അത്തരത്തിൽ അതിനെ വിഘടിച്ച് കൊടുക്കും. നമ്മൾ കുടിച്ചാലും ശരീരത്തിൻ്റെ അകത്തെ രാസപ്രവർത്തനത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ കുടിക്കല്ലേ ചെയ്യുന്നുള്ളൂ, ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ അകത്താണ് നടക്കുന്നത്, അതിനെ സംസ്കരിക്കുന്നത്. അവിടെ പങ്കെടുക്കുന്ന വ്യക്തി ആരാണ്? ഇന്ദ്രനാണ്. ഇന്ദ്രൻ അതെടുത്തിട്ട് ഇപ്പം മേസ്ത്രിക്ക് നമ്മൾ കല്ലും മണ്ണും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ മേസ്ത്രി അതെടുത്തിട്ട് നമുക്ക് തരുന്ന എന്താണ്? വീടാണ്. അതുപോലെ അപ്പോൾ ആ കല്ലും മണ്ണും എല്ലാം ആരെടുത്ത്? ഇന്ദ്രൻ അല്ല, മേസ്ത്രി എടുത്ത്. അതുപോലെ ഇവിടെ ഇന്ദ്രനും എടുത്തിട്ട് ഏതുപോലെ വരണം? നീ തോൽക്കുട്ട കൊണ്ട് തൊട്ടിയിൽ നിറച്ച വെള്ളം കാണുമ്പോൾ കാള വരുന്ന പോലെയും, തൊട്ടിയിൽ വെള്ളമെല്ലാം കലക്കി വെക്കുമ്പോൾ കാള ഓടി വരുന്നത് പോലെയും, ദാഹം മുഴുത്ത ഒരാൾ ഓടിപ്പിടിച്ച് വരുന്നത് പോലെയും നീ വരണേ എന്ന് വന്നിട്ട് കുടിക്കണേ. നമ്മൾ തരുന്ന വസ്തുക്കൾ നീ സ്വീകരിക്കണേ. അപ്പോൾ ഇതെന്ത് ചെയ്യും? നമ്മളെ പുഷ്ടിപ്പെടുത്തുകയും കാന്തിയും ശക്തിയും എല്ലാം, നമ്മളെ കാന്തിയും ശക്തിയെല്ലാം വർദ്ധിപ്പിക്കും. ഈ നമ്മളീ കൊടുക്കുന്ന ഭക്ഷണം, നമ്മളിപ്പോൾ ഉള്ളിലേക്ക് ഭക്ഷണമെല്ലാം കഴിച്ചാലും അങ്ങ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, അത് ശരീരത്തിൽ എടുക്കത്തക്കവണ്ണ രൂപത്തിലല്ല ഉള്ളത്. അപ്പം ഇന്ദ്രനാണ് ആ കൊടുക്കുന്ന വസ്തു എടുത്തിട്ട്, അവിടുത്തെ മേസ്ത്രിയാണ്, അല്ലെ അവിടെ MBA പഠിച്ച, സയൻസ് പഠിച്ച, ടെക്നോളജി പഠിച്ച വ്യക്തിയാണ് ആടെ ഇരിക്കുന്നത്. അദ്ദേഹം അതിനെ എടുത്തിട്ട്, കൊടുത്ത വസ്തുവിനെല്ലാം എടുത്തിട്ട് സംസ്കരിച്ചിട്ട് അതിനെ വിഘടിച്ചിട്ട് കാൽസ്യം എന്തെല്ലാമാണ് വൈറ്റമിനും എല്ലാം ആക്കിയിട്ട് വേണ്ട അവയവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പം ഇതെല്ലാം ഇന്ദ്രൻ വന്ന് കുടിക്കുക. ഏത് വാരി കുടിക്കണം? കാള തൊട്ട് ബക്കറ്റിൽ ഇത് കലക്കി വെക്കുമ്പോൾ ഓടി വരുന്നത് പോലെ, ദാഹമുള്ളവർ ഓടി വരുന്ന പോലെയും കുടിക്കണേ. എന്നിട്ട് നമുക്ക് ശരീര പുഷ്ടിയെല്ലാം നൽകണേ. അങ്ങയുടെ അശ്വങ്ങൾ സൂര്യൻ്റെ കിരണങ്ങൾ പോലെ വേഗത്തിൽ നമ്മളെ അടുത്തേക്ക് വരണേ എന്ന് പറയുകയാണ്. അദ്ദേഹം കുതിരപ്പുറത്ത് വരുന്നതായിട്ട് ചിത്രീകരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലെ ഏത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ്, ഇന്ദ്രനാണ് അതിനെ ഏകോപിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹം കുതിരപ്പുറത്ത് തന്നെ വന്നല്ലേ പറ്റൂ. രഥത്തിൽ പെട്ടെന്ന് എത്തിച്ചേരണ്ടേ. രഥം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റോക്കറ്റിലും ആകാം. അന്നത്തെ കാലത്തെ രഥം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നതെന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ അർത്ഥത്തിലാണെങ്കിൽ ചന്ദ്രൻ അങ്ങ് വേറെ ഏതെങ്കിലും ലോകത്ത് ഇന്ദ്രൻ വർക്ക് ചെയ്യുമായിരിക്കും. അപ്പോഴാണ് നമ്മളിവിടെ ചോറ് വെക്കുന്നത്. അപ്പം ഇന്ദ്രൻ റോക്കറ്റ് കയറിയിട്ട് നമ്മളെടുത്തും അത്രയും വേഗം വരണേ. ഇനി 3 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-3. അവിന്ദബ്ദിവോ നിഷിതം ഗുഹാ നിധിവേർണ ഗർഭം പരിവീതം അശ്മന്യനന്ദേ അന്തരശ്മയീ വ്രജം വജ്രീഗവാമിവ സിഷാസന്നങ്കിരസ്തമാ അപാവൃണോദ് ഇഷ ഇന്ദ്ര പരിവൃത ദ്വാര ഇഷ പരിവൃതാഹ. അങ്കിരസുകളിൽ പ്രധാനിയായ ഇന്ദ്രൻ പവനന്റെ ഗുഹകളിൽ മറഞ്ഞിരിക്കുന്ന നിധികുംഭങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അദ്ദേഹം ഗോക്കളുടെ തൊഴുത്ത് തുറക്കുന്നത് പോലെ അവയെ തുറന്നു. 3 പറയുകയാണ്, അങ്കീരസുകളിൽ പ്രധാനിയാണ് ഇന്ദ്രൻ. അങ്കീരസുകൾ എന്ന് പറഞ്ഞാൽ ആദ്യമുള്ള ബ്രഹ്മത്തിൽ നിന്നും ആദ്യമുണ്ടായ വസ്തുക്കളെ എല്ലാമാണ് അങ്കീരസുകൾ എന്ന് പറയുന്നത്. സൃഷ്ടിയുടെ ആദ്യമുണ്ടായ വസ്തുക്കളെയാണ് അങ്കീരസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രനും ആദ്യമുണ്ടായവനാണ്. ഇന്ദ്രൻ ഉണ്ടെങ്കിലല്ലേ ബാക്കിയുള്ള കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ അങ്കീരസ് ഇന്ദ്രൻ തന്നെയാണ്. ഇന്ദ്രൻ എന്ത് വേണം?
പവനന്റെ ഗുഹയിൽ മറഞ്ഞിരുന്ന നിധികുംഭങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. പവനൻ എന്ന് പറഞ്ഞാൽ പവന നിയമം എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളിൽ ഒളിച്ചിരുന്ന ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചു. മറഞ്ഞിരുന്ന നിധികുംഭങ്ങൾ, ആറ്റത്തിൻ്റെ അകത്താണ് നിധികൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഇലക്ട്രോണും നടുവിലുള്ള ന്യൂക്ലിയസിനനുസരിച്ചിട്ടാണ്, അതിൽ നിന്നാണ് പുതിയ പുതിയ വസ്തുക്കൾ ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. അപ്പം അതിൽ നിന്നുള്ള നിധികുംഭങ്ങൾ കണ്ടെത്തിയിട്ട്, മറഞ്ഞിരിക്കുന്ന നിധികുംഭങ്ങൾ കണ്ടെത്തി. അദ്ദേഹം ഗോക്കളുടെ തൊഴുത്ത് തുറക്കുന്നത് പോലെ അവയെ തുറന്നു. പശുക്കളുടെ തൊഴുത്ത് തുറന്നാൽ പശുക്കൾ പുറത്തേക്ക് വരുന്നത് പോലെ ഈ ആറ്റത്തിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഇലക്ട്രോണുകളെയെല്ലാം അദ്ദേഹം തുറന്ന് പുറത്തേക്കെടുത്തു. ആ ഇലക്ട്രോണുകളാണ് മറ്റുള്ളവയായിട്ട് കൂടിച്ചേർന്നിട്ട് പുതിയ വസ്തുക്കളായിട്ട് മാറുന്നത്. ഇതെല്ലാം കെമിസ്ട്രി പഠിച്ചാലേ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. ഇനി 4 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-4. ദാദൃഹാണോ വജ്രം ഇന്ദ്രോ ഗഭസ്ത്യോ ക്ഷത്മേവ തിഗ്മം അസനായ സംശ്വദ്ദഹി ഹത്വായ സംശ്വദ് സംവിവ്യാന ഓജസ ശവോഭിരിന്ദ്ര മത്മനാം തഷ്ടേവ വൃക്ഷം വനിനോ നിവൃച്ഛസി പരശ്വേവ നിവൃച്ഛസി. ഇന്ദ്രൻ വജ്രായുധത്തിന് മൂർച്ച കൂട്ടി ശക്തിയുക്തനായി ആ വൃത്രനെ ആശാരി തടി എന്ന പോലെ മുറിച്ചിട്ടു. വജ്രം ധരിച്ച ഇന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വജ്രത്തിൻ്റെ മൂർച്ച കൂട്ടി എന്നാണ് പറയുന്നത്. എന്തിനാണ് വജ്രം ധരിച്ച, വജ്രായുധം ധരിച്ച? ഏതൊരു പ്രവൃത്തിയിലും മുറിക്കലും കൂട്ടിച്ചേർക്കലുമാണുള്ളത്. നമ്മളൊരു മേശ ഉണ്ടാക്കുകയാണെങ്കിൽ മരത്തെ മുറിച്ച് കൂട്ടിച്ചേർക്ക്. എന്തിലും ഇത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പലതും മുറിച്ച് കൂട്ടിച്ചേർക്കുക. നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ കത്തി വളരെ പ്രധാനമല്ലേ? അതുപോലെ തന്നെ ഇന്ദ്രനും നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെ, ഇപ്പം അരിയാണെങ്കിലും അരിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ ആറ്റങ്ങളെ പൊട്ടിച്ചിട്ട്, ബോണ്ടുകളെ പൊട്ടിച്ചിട്ട് വേറൊരു തരത്തിൽ കൂടിച്ചേർത്തിട്ടാണ് അത് ചോറായി മാറുന്നത്. അപ്പം മുറിക്കേണ്ട കത്തി ഇന്ദ്രൻ ആവശ്യമാണ്. ഇന്ദ്രൻ ഈ പണിയെല്ലാം ചെയ്യുമ്പോൾ അത്യാവശ്യമാണ്. പറമ്പ് കളക്കാൻ പോകുന്നവർക്ക് മൺവെട്ടി അത്യാവശ്യമാണ്. അതുപോലെ ഇന്ദ്രനും എല്ലാം മുറിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത് രാസപ്രവർത്തനത്തിൽ. അപ്പോൾ ഇന്ദ്രൻ ഒരു വലിയ വജ്രായുധം കൈമലുണ്ട്, ഒരായുധമുണ്ട്. അതുകൊണ്ട് ആ വജ്രായുധം എന്ന് പറഞ്ഞൊരു വജ്രായുധം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാർഡായത് വജ്രായതുകൊണ്ട് ഇന്ദ്രനെ എല്ലാം മുറിക്കണമല്ലോ. അതുകൊണ്ട് ഇന്ദ്രൻ്റെ ആയുധം വജ്രായുധം മൂർച്ച കൂട്ടും നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ. എന്നിട്ടോ അപ്പോൾ അദ്ദേഹത്തിന് ശക്തിയായിട്ട് ആ വൃത്രൻ എന്ന് പറഞ്ഞാൽ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനൊരു എതിർപ്പുണ്ട്. ആ എതിർപ്പിനെയാണ്, റിയാക്ഷനെയാണ് വൃത്രാസുരൻ എന്നെല്ലാം പറയുന്നത്. അതെന്ത് ചെയ്യും? തടുക്കും. ഇപ്പം അരിനെ ചോറാക്കുമ്പോഴും ചൂട് കൊണ്ട് അതിനെ സോഫ്റ്റ് ആക്കാൻ ശ്രമിക്കുമ്പോൾ അരി എതിർക്കും. ആ എതിർപ്പിനെ പൊട്ടിക്കാൻ വേണ്ടിയാണ് ചൂട് കൊടുക്കുന്നത്. ചൂട് കൊടുക്കുമ്പോൾ ആ എതിർപ്പെല്ലാം പൊട്ടിച്ച് ബോണ്ടുകളെല്ലാം പൊട്ടിച്ചിട്ട് ചോറാക്കി മാറ്റും. അപ്പോൾ വൃത്രാസുരൻ, അതാണ് വൃത്രാസുരനെ വധിക്കുന്നു. ഏതുപോലെ? മുറിച്ചു കളയും. ഏതുപോലെ? ഈ വജ്രായുധം കൊണ്ട് ആശാരി തടി എന്ന പോലെ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണം തന്നെ, ആശാരി തടി മുറിച്ചിട്ടല്ലേ കസാല ഉണ്ടാക്കേണ്ടയോ മേശ ഉണ്ടാക്കേണ്ടിക്കോ തടീനെ മുറിക്കും, എന്നിട്ട് വേറൊരു തരത്തിൽ യോജിപ്പിക്കും. ഇത് തന്നെയാണ് ഇന്ദ്രനും ചെയ്യുന്നത്. നമ്മൾ സാമ്പാറിനുള്ള സാധനങ്ങളെല്ലാം പാത്രത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള നീരിനെ എല്ലാം വലിച്ചെടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ തരം സാധനം ഉണ്ടാക്കി തരും. അതിനാണ് നമ്മൾ സാമ്പാർ എന്ന് പറയുന്നത്. ഇനി 5 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-5. ത്വം വൃഥാ നദ്യ ഇന്ദ്ര സർത്തവേച്ഛാ സമുദ്രം അസൃജോരഥാം ഇവ വാജയതോരഥാമിവ ഇത ഉദീരയും ജതസമാനമർത്ഥം അക്ഷിതം തേനൂരവി
മനവേ വിശ്വദോഹസോജനായ വിശ്വദോഹസഹ. ഇന്ദ്രൻ നദികളെ സമുദ്രത്തിന് നേരെ, ഞങ്ങളുടെ നേരെ രഥത്തെ എന്ന പോലെ ഒഴുക്കിവിട്ടിരിക്കുന്നു. നദികൾക്ക് നാശം വരാതിരിക്കുന്നതിന് ജലത്തെ നൽകി. ഗോക്കൾ മനുഷ്യർക്ക് പുഷ്ടിപ്രദമായ പാൽ നൽകുന്നത് പോലെ ആണിത്. ഇന്ദ്രനോട് പറയുകയാണ്, നമ്മുടെ നേരെ നീ എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ നിന്റെ രഥുവായിട്ട് എത്തുന്നത് പോലെ നീ എന്ത് ചെയ്തിരിക്കുന്നു? നീ നദികളെ സമുദ്രത്തിന് നേരെ ഒഴുക്കി വിട്ടിരിക്കുന്നു. ഈ നദികൾ ഉണ്ടാക്കിയിട്ട് സമുദ്രത്തിലെ നേരെ ഒഴുക്കി വിടുന്നതും ആരാണ്? ഇന്ദ്രനാണ്. എങ്ങനെ? ഈ നദികൾക്ക് നാശം വരാതിരിക്കുന്നതിന് ജലത്തെ നീ നൽകിയിരിക്കുന്നു. ധനം അല്ലെങ്കിൽ ജലത്തെ നീ നൽകിയിരിക്കുന്നു. നദിക്ക് എങ്ങനെയാണ് ജലം നൽകുന്നത്? ആകാശത്തു നിന്ന് മേഘത്തെ മഴയായി പെയ്പ്പിച്ചിട്ട്. അപ്പൊ ഇന്ദ്രനാണ് അവിടെ മഴ പെയ്പ്പിക്കുന്നത്. മഴ പെയ്പ്പിച്ചിട്ട് നദികളിൽ വെള്ളം ഉണ്ടാക്കും. എന്നിട്ട് ആ നദികളെ ഒഴുക്കിയിട്ട് എവിടത്തേക്ക് എത്തിക്കും? സമുദ്രത്തിലേക്ക് എത്തിക്കും. ഇതെല്ലാം ആരെ ജോലിയാണ്? അവിടെയെല്ലാം ഇതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ആരാണ്? നമ്മളൊന്നും അല്ല. നമ്മളൊരു ഫാക്ടറിയിലാണെങ്കിൽ നമ്മൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു MBA എല്ലാം പഠിച്ച ആളുണ്ടാവും. ആശുപത്രിയിലാണ് ഡോക്ടർമാരുണ്ട്, അതിനെല്ലാം ഏകോപിപ്പിക്കാം, മുറിക്കാനും എല്ലാം. അതുപോലെ ആകാശത്തിലുള്ള മേഘത്തെ ഇങ്ങനെ പെയ്ക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. ആ ഇന്ദ്രൻ MBA എല്ലാം പഠിച്ച, എൻജിനീയറിംഗ് എല്ലാം പഠിച്ച വ്യക്തിയാണ്, എല്ലാ കാര്യവും അറിയുന്ന വ്യക്തിയാണ്. അവൻ സമയാസമയങ്ങളിൽ മേഘങ്ങളെ യോജിപ്പിച്ചിട്ട് നദിയിൽ വെള്ളം ഉണ്ടാക്കും. ആ നദിയെ ഒഴുക്കിയിട്ട് സമുദ്രത്തിൽ കൊണ്ടാക്കും. അപ്പോൾ സമുദ്രം നിറയും, സമുദ്രത്തിലും വെള്ളം കിട്ടും. ഏതുപോലെ ഗോക്കൾ മനുഷ്യർക്ക് പുഷ്ടിപ്രദമായ പാൽ നൽകുന്നത് പോലെ നമുക്ക് ഗോക്കൾ പാല് നൽകും, നമ്മളെ ശരീരം പുഷ്ടിപ്പെടുത്താൻ. അതുപോലെ നദിയെയും സമുദ്രങ്ങളെയും പുഷ്ടിപ്പെടുത്താൻ ഇന്ദ്രൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് മഴ പെയ്യിപ്പിക്കും. ഇനി 6 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130 6. ഇമാം തേ വാചം വസൂയന്ത ആയവോരഥം നധീരഃ സ്വപാ അദക്ഷിഷു സുമ്നായ ത്വാം അദക്ഷിഷോഃ ശുംഭന്തോ ഭജന്യം യഥാ വാജേഷു വിപ്രവാജിനം അത്വം ഇവ ശവസേ സാധയേ ധന വിശ്വാധനാനി സാധയേ. മനുഷ്യർ ഇന്ദ്രനു വേണ്ടി സ്തോത്രങ്ങൾ രചിച്ചു. ചതുരനായ ശില്പി രഥം നിർമ്മിച്ചു. അവൻ ഇന്ദ്രനെ അലങ്കരിക്കുന്നു, ഇന്ദ്രൻ്റെ അശ്വങ്ങളെ അലങ്കരിക്കുന്നു. ധനപ്രാപ്തിക്ക് വേണ്ടി അവർ ഇതെല്ലാം ചെയ്യുന്നു. 6 പറയുന്നു, ഇന്ദ്രനോട് പറയുകയാണ്, ധനം ആഗ്രഹിക്കുന്ന മനുഷ്യര് നിനക്കായിട്ടാണ് സ്തോത്രങ്ങൾ രചിക്കുന്നത്. സ്തോത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, അല്ലെ ശാസ്ത്രതത്വങ്ങൾ. സയൻസ്, ശാസ്ത്രജ്ഞന്മാർ സയൻസ് കണ്ടുപിടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗതി നേടുക, ധനം നേടുക എന്ന ഉദ്ദേശം വെച്ച് തന്നെയാണ്. അപ്പം ധനം ഇച്ഛിക്കുന്ന മനുഷ്യര് നിനക്കായി പുതിയ പുതിയ ശാസ്ത്രതത്വങ്ങൾ ആവിഷ്കരിക്കുന്നു. ചതുരനായ ശില്പി, അതുപോലെ നല്ല സാമർഥ്യമുള്ള, ടെക്നിക്കലായിട്ട് നല്ല സാമർഥ്യമുള്ള സാങ്കേതിക വിദഗ്ധൻ രഥം നിർമ്മിക്കുന്നു. രഥം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുവാനുള്ള സാധനം, വാഹനങ്ങൾ, പലതരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കുന്നു. റോക്കറ്റ് അടക്കം മറ്റുള്ള ബഹിരാകാശത്തടക്കം പോകാനുള്ള രഥങ്ങൾ നിർമ്മിക്കുന്നു. എന്നിട്ട് നിന്നെ അലങ്കരിക്കുകയാണ്. നിന്നെ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ് അതിൻ്റെ അകത്ത് ആ പ്രവർത്തനങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കുന്നത്. നിന്നെ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അകം അലങ്കരിക്കുന്നു. വാഹനത്തെ തള്ളിക്കൊണ്ടു പോകുന്നതിനുള്ള ആ സിസ്റ്റത്തിലാണ് ആ രാസപ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ട് ശക്തി റിലീസ് ചെയ്യുന്നത്. ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രനെയാണ് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അലങ്കരിക്കുന്നത്. അതിലുള്ള അശ്വങ്ങളെ എന്ന് പറഞ്ഞാൽ കുതിരയാണ് വലിച്ചു കൊണ്ടുപോകുന്നത്, ശക്തി. ആ ബലത്തെ അലങ്കരിക്കുന്നു. ബലത്തെ അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ
ഓരോ വണ്ടിയും തള്ളുന്നതിന് അതിൻ്റേതായ ശക്തി വേണം. അതാണ് ഇത്ര HP ഉള്ള മോട്ടോർ എന്നെല്ലാം പറയുന്നത്. കാറിനെല്ലാം ഇത്ര പവർ എന്നുള്ള പറയുന്നതിൻ്റെ അർത്ഥം അത്തരത്തിൽ അതിനെ അലങ്കരിക്കുന്നു. ധനം നേടാൻ വേണ്ടിയാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അപ്പം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞങ്ങൾ ചെയ്യുമ്പം ഇന്ദ്രൻ അതിനെ സഫലീകരിച്ചു തരും. അതിലൂടെ നമ്മൾ ധനം നേടും. ഇനി 7 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-7 ഭിന്നപുരോ നവതിം ഇന്ദ്രപുരേവ ദിവോ ദാസായ മഹിദാശുഷേ നൃദോ വജ്രേണ ദാശുഷേ നൃദോ അതിഥി ഗ്വായ ശംഭരം ഗിരേർ ഉഗ്ര ആവാഭരത് മഹോധനാനി ദയമാന ഓജസ വിശ്വാധനാന്യ ഓജസോ. ഇന്ദ്രൻ പൂരുവിനും ദിവോദാസനും വേണ്ടി ശത്രുദുർഗങ്ങൾ തകർത്തു. തൻ്റെ തേജസാൽ അതിഥിഗ്വന് മഹത്തായ ധനം നൽകി. ശംബരനെ പർവ്വതമുകളിൽ നിന്ന് തള്ളിയിട്ടു. 7 വേറെ ചില ഉദാഹരണങ്ങൾ അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. അതായത് വേറെ ചില കഥകളിലുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഭീമൻ ഇന്ന ചെയ്തു, അർജുനൻ ഇന്നലെ ചെയ്തു എന്നെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥയൊന്നും എടുത്തിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പം കഥ അറിയുന്നവർക്ക് എന്താണെന്ന് മനസ്സിലാകും. അതുപോലെ ഇവിടെ ഇന്ദ്രൻ എന്തെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്ന കുരുവിനും ദിവോദാസനും വേണ്ടി ശത്രുക്കളുടെ കോട്ടകളെല്ലാം തകർത്തു കൊടുത്തു. കുരു ദിവോദാസൻ എന്തെല്ലാമാണെന്ന് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നിടത്ത് പറയും. അവിടെയുള്ള യജ്ഞത്തിലും പങ്കെടുത്തത് ഇന്ദ്രനാണ്. നിന്റെ തേജസ്സിനാണ് അതിഥിഗ്വന് ധനം നേടിക്കൊടുത്തത്. അത് വേറൊരു വിഷയം. അപ്പം ധനം നേടിക്കുക, നമുക്ക് വേണ്ടിയും ധനം നേടിത്തരുന്നത്. നമ്മൾ എന്തൊക്കെ യജ്ഞം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിന് പൂർത്തീകരിച്ച് തരും. ഇപ്പം ചോറുണ്ടാക്കി തരും. നമ്മളത് വിറ്റിട്ട് ധനം നേടും. ശംബരനെ പർവ്വതമുകളിൽ നിന്നും തള്ളിയിട്ടു. അപ്പം മുകളിൽ നിന്ന് തള്ളിയിടുന്ന ആ പ്രക്രിയയിൽ അതിലും എല്ലാം പങ്കെടുക്കുന്നത് ആര് തന്നെയാണ്? ഇന്ദ്രൻ തന്നെ. ഏത് യജ്ഞത്തിലും പങ്കെടുക്കുന്ന ഇന്ദ്രനാണ്. അത്തരത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കിയാൽ മതി. ഈ വിഷയം എവിടെയെല്ലാമാണെന്ന് അതാത് കഥകൾ അല്ലെ ആ സംഭവങ്ങൾ വേറെ വല്ലയിടത്തും വിവരിക്കും. അപ്പം അവിടെ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഇനി 8 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-8 ഇന്ദ്രസമത്സു യജമാനമാദ്യം പ്രാവദ്വിശേഷു ശതമുദീരാജിഷു സ്വർമീഴ്ഹേഷ്വാജിഷു മനവേ ശാസത്വൃതാത്വജം കൃഷ്ണാമരന്ധയത് ദക്ഷന്ന വിശ്വം തദൈർഷാണാം ഓഷധി നിർശസാനമോഷധി. ഇന്ദ്രൻ തൻ്റെ സാധകനെ രക്ഷിച്ചു. വ്രതഹീനന്മാരെ ദണ്ഡനം ചെയ്തു. അദ്ദേഹം ദസ്യുക്കളെയും അത്യാഗ്രഹികളെയും നശിപ്പിച്ചു. ഇന്ദ്രൻ തൻ്റെ സാധകനെ രക്ഷിക്കുന്നു. ഇന്ദ്രനെ ആശ്രയിച്ച് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞം ചെയ്യുമ്പോൾ ഇന്ദ്രൻ അവനെ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കൊടുക്കും. വ്രതഹീനന്മാരായുണ്ട്. വ്രതഹീനന്മാർ എന്ന് പറഞ്ഞാൽ വ്രതം നോക്കാതെ, അതായത് ശരിയായ ശുചിത്വമൊന്നുമില്ലാതെ തോന്നുന്ന മാതിരി ചെയ്യുന്നവരെ അവനെന്ത് ചെയ്യുന്നു? ദണ്ഡനം ചെയ്യുന്നു. നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോൾ ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്താൽ മാത്രമേ ഇന്ദ്രൻ അത് പൂർത്തീകരിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് ദണ്ഡനമാണ് ഫലം. അവർ കഷ്ടപ്പെടും. അദ്ദേഹം ശത്രുക്കളെയും അത്യാഗ്രഹികളെയും എല്ലാം നശിപ്പിക്കുന്നവനാണ് ഇന്ദ്രൻ. നമ്മുടെ ഏത് പ്രവർത്തിക്കും തടസ്സമായി നിൽക്കുന്ന ശത്രുക്കളെയും എല്ലാ അത്യാഗ്രഹികളെയും എല്ലാം നശിപ്പിക്കുന്നവനാണ് അവനെന്ന് പറയുമ്പോൾ നമ്മളെ ഏത് കർമ്മത്തിനും തടസ്സമായി നിൽക്കുന്നതിനെ എടുത്തു മാറ്റുന്നത് ഈ ഇന്ദ്രനാണ്. ഇനി 9 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-9 സുരശ്ചത്രം പ്രഭ്രയജാത ഓജസ പ്രഭിത്വേ വാചമരുണോ മുഷായ അദീശാന ആ മുഷായതി ഉശനായത്പരാവതോ ജഗന്നോദയേ കവേ
സുമ്നാനി വിശ്വാ മനുഷേവ തുർവണരഹ വിശ്വേവ തുർവണി. സൂര്യൻ ഉദിച്ചപ്പോൾ പ്രകാശപുഞ്ചം വളർന്നു. അതിൻ്റെ അരുണിമ പാപികളുടെ വാണിയെ തട്ടിമാറ്റി. ഇന്ദ്രൻ സ്നേഹത്തോടുകൂടി ദൂരെ നിന്നും ഞങ്ങളുടെ രക്ഷയ്ക്കായി ഇവിടെ വന്നാലും വേഗത്തിൽ എല്ലാ ധനങ്ങളും നൽകിയാലും. സൂര്യൻ ഉദിച്ചപ്പോൾ പ്രകാശം എല്ലായിടവും, പ്രകാശത്തിൻ്റെ ആ ശക്തി വിശേഷം അല്ലെങ്കിൽ പ്രകാശത്തിലൂടെ വരുന്ന ആ ബലം, പ്രേരക ശക്തി എല്ലായിടവും വളർന്നു. പ്രകാശം വരുന്ന അനുസരിച്ച് എല്ലാ ജീവജാലങ്ങളും ആക്റ്റീവ് ആവുകയാണ്. അപ്പം ആ പ്രകാശത്തിൻ്റെ കൂടെ എന്തുണ്ട്? അതിൻ്റെ ശക്തി വിശേഷമുണ്ട്. അത് സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരെയും പ്രേരിപ്പിച്ചു കൊണ്ടുവരുന്നു. പാപികളുടെ വാണിയെ തട്ടിമാറ്റിയിട്ട്, പാപികൾ, ദുഷ്ടന്മാർ, അതായത് കർമ്മത്തിന് എതിരായി അല്ലെങ്കിൽ കാലത്തിനെതിരായി നിൽക്കുന്നവരെയെല്ലാം തട്ടിമാറ്റി വരുമ്പോൾ ഇന്ദ്രനോട് പറയുക, നീ ദൂരത്തു നിന്നും നമ്മുടെ രക്ഷക്കായി വരിക എന്ന് പറയുമ്പോൾ, സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഇന്ദ്രനോട് പറയുന്നു, നീ ദൂരത്തായാലും നമ്മളെ യജ്ഞത്തിൽ വന്ന് പങ്കെടുക്കുക, ശത്രുക്കളെയെല്ലാം തട്ടിമാറ്റുക, പാപികളെയെല്ലാം അകറ്റുക, നീ എന്നിട്ട് അതിവേഗം എല്ലാ ധനവും നമുക്ക് നേടിത്തരുക. ഇനി 10 ഋഗ്വേദം മണ്ഡലം 1 സൂക്തം 130-10. സനൂനവേഭിർ വൃഷകർമ്മൻ ഉക്തൈ പുരാ ഭർദർത്തപായുഭി പാഹി ശക്മൈഹി ദിവോ ദാസേഭിരിന്ദ്രസ്തവാനോ വാവൃതീഥ അഹോഭിരിവദ്യൗഹു. ഇന്ദ്രൻ പുതിയ സ്തോത്രങ്ങളാലും അനുഷ്ഠാനങ്ങളാലും സഹായങ്ങളാലും ഞങ്ങളെ രക്ഷിക്കണമേ. ദിവോദാസ വംശക്കാരുടെ സ്തുതികളാൽ പകൽ സമയത്ത് ആകാശത്തിൽ ഉയരുന്ന സൂര്യനെ പോലെ ഇന്ദ്രൻ വൃദ്ധിയെ പ്രാപിക്കണമേ. ശത്രുദുർഗങ്ങൾ തകർക്കുന്ന ഇന്ദ്രനോട് പറയുകയാണ്, നീ പുതിയ സ്തോത്രങ്ങളാണ്, നമ്മുടെ പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങളെല്ലാം ഉപയോഗിച്ചും അനുഷ്ഠാനങ്ങളാലും ടെക്നോളജി, അതിൻ്റെ ആപ്ലിക്കേഷനും, പുതിയ ശാസ്ത്ര തത്വങ്ങളും അത് വെച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, അതിൻ്റെ ആപ്ലിക്കേഷൻ, ടെക്നോളജി ഉപയോഗിച്ചിട്ടും സഹായങ്ങളാലും, നീ ചെയ്യുന്ന സഹായങ്ങളാലും ഞങ്ങളെ രക്ഷിക്കണേ. അപ്പം നമ്മളുടെ പുതിയ പുതിയ ശാസ്ത്രതത്വത്തിൻ്റെയും ടെക്നോളജിയുടെയും അടിസ്ഥാനത്തിൽ നീ ഞങ്ങളെ സഹായിച്ചിട്ട് നമ്മൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുരോഗതി നേടും. ആ പുരോഗതിക്കനുസരണമായ യജ്ഞത്തിൽ, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ യജ്ഞത്തിൽ നമ്മളെ സഹായിക്കുന്ന ശക്തിവിശേഷം ഇന്ദ്രനാണ്. ദിവോദാസ വംശജരുടെ, അപ്പം ഇത് എഴുതിയ പുരുച്ചേവർ എന്ന ഋഷിയാണ്. അതേ ദിവോദാസ വംശജരുടെ കാര്യം പറയുന്നു. അതിൽപ്പെട്ടതാണോ ഇദ്ദേഹം എന്ന് അറിയില്ല. എന്തായാലും ദിവോദാസ വംശജരോട് സ്തുതിച്ചപ്പോൾ പകൽ സമയത്ത് ഉയരുന്ന സൂര്യനെ പോലെ, പകല് സൂര്യൻ ഉദിക്കുന്നത് പോലെ നീ എന്ത് ചെയ്യണം? നമുക്ക് വൃദ്ധി നേടിത്തരണം. ദിവോദാസന്റെ വംശത്തിൽ പിറന്ന നമുക്ക് പകൽ സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ വൃദ്ധി പ്രാപിക്കുന്നത് പോലെ വന്നിട്ട് നീ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ച് തരണം.